അല്ലണ്ടി എന്തെങ്കിലും ഒരു വെറൈറ്റി പരിപാടികളും നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ നമുക്കിപ്പോൾ വലിയൊരായി ഒരു എന്തെങ്കിലും ഒരു പരിപാടി വെച്ചുകൊണ്ട് നമ്മളൊന്ന് ഉഷാറാക്കിയാൽ ജനങ്ങളുടെ ഇടയിലൊരു അതെ അത് വേണ്ടേ. അപ്പൊ നമ്മളൊരു ഗാനമേള പരിപാടി ഉണ്ട്. ഗാനമേളൊക്കെ പെരുന്നോടത്തുള്ള അതിനൊന്നും ഇനി അങ്ങനത്തെ വകുപ്പെല്ലാം വേണ്ട. നമുക്കൊരു വയല് വെച്ച് ആളുകളെ ഒരു നന്നാക്കുക, അതെ ജനങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു സംഭവം. അതെ. മനസ്സിലായി? അപ്പൊ അതിന് നമുക്ക് നല്ലൊരു വയല് വെച്ചാലോ അതിന് പറ്റിയൊരു മൂല്യരാരാൾ ഒരു സാന്താടി മൂല്യം അയാളൊന്ന് പോയി കാണാം. വലിയ കായ് പാടില്ല, ചെറിയൊരു ചെറുമട്ടത്തിൽ നമ്മളേക്ക് ഇതിനനുസരിച്ചേ പറ്റുള്ളൂ. നമ്മളെ പരിപാടിക്ക് അവിടെ പറയാം എന്നാ പോയി നോക്കിയാലോ? ഉപയോഗിക്കാം. അയാളെപ്പം കിട്ടുമോ? കിട്ടും, അയാൾ എപ്പോഴും കിട്ടും, വരില്ല. ആ ഓക്കെ. അപ്പോഴേ ആ മൂപ്പര വീടാണ് ഇത്. ഇതാണ് വീട്. അപ്പൊ മൂപ്പര അതിനുള്ളിൽ ഉണ്ടാവും. എന്തടിച്ച് വിളിക്കാണ്ട് ആ ആ അത് കയറാം. ഓക്കെ. അസ്സലാമലൈക്കും. എനിക്ക് നിങ്ങള് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന എന്തൊക്കെ പാടാൻ പോന്നു രണ്ടാളും കൂടി. ഞങ്ങൾക്കൊരു ചെറിയ പരിപാടി, ഒരു വയല് നടത്താന്നുള്ളത് ഞങ്ങളെ ആ മഹലില് കേട്ടാ. അപ്പൊ കുട്ടികളെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ നടത്തുകയാണ്. അപ്പൊ അതിന് നിങ്ങള് ഒരു വലിയൊരു എമൗണ്ട് ഇല്ലാത്ത നിങ്ങളെ ചെലവ് എങ്ങനെ, നിങ്ങളെ ഇതെങ്ങനെ? നമ്മള് എന്ത് വിഷയത്തിനെ പറ്റി എന്തിനെ പറ്റി സംസാരിക്കണ്ടേ നിങ്ങൾക്ക്? നിങ്ങളെടുത്ത് ഒരു ചെറിയ ധാരണയൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ എന്ത് പരിപാടി ഇപ്പൊ എങ്ങനെ നിങ്ങളെ പിന്നെ റേറ്റും കാര്യമൊക്കെ? നമുക്ക് പൈസ വളരെ കുറഞ്ഞൊരു പരിപാടിയാണ്, വലിയ ചെലവ് വെച്ചാൻ പാടില്ല. കാരണം ഞങ്ങളിങ്ങനെ ഇപ്പൊ അങ്ങനെ വയലൊന്നും ആദ്യം നടത്തിയിട്ടില്ല. അപ്പൊ ഇപ്പൊ എല്ലാരും കൂടി ഒരു അഭിപ്രായപ്പെട്ടല്ലേ, നമുക്കൊന്നും തന്നെ ഇപ്പൊ കുറെ പ്രായമൊക്കെ ആയില്ലേ, ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല ഇമേജ് ആയിക്കോട്ടെ എന്നുള്ളതിലേക്കാണ് ഞങ്ങള് വയല് വെക്കുന്നത്. മനസ്സിലേ? അപ്പൊ അതിനൊരു ചെറിയ ഒരു സംഖ്യന്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പൊ നിങ്ങളെ റേറ്റ്? അതിപ്പോ നിങ്ങളെ വിഷയം എന്താണ്? ഇതിനെ പറ്റി ഞങ്ങൾ സംസാരിക്കാനോ ഉദ്ദേശിക്കുന്നത്? ഇബിലീസിനെ പുറത്താക്കുക. ഇബിലീസിനെ എങ്ങനെ മയലിൽ നിന്ന് പുറത്താക്കാൻ, അതോ പള്ളിക്കല്ല പെരിന്ന് പുറത്താക്കാൻ? ഇതിനെ മൊത്തത്തില് നാട്ടിൽ നിന്ന് ഇബിലീസിനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പരിപാടിയാണ് നടത്താനുള്ളത്. ജനങ്ങൾ കുട്ടികളൊന്നും നന്നായിക്കോട്ടെ. അപ്പൊ നന്നായിക്കോട്ടെ. അപ്പൊ ഇബിലീസ് പോണം. അതിനിപ്പോ ഒരു 10-15 ഉറുപ്പ്യ, ഒരു 15 ഉറുപ്പ്യ എഴുതിക്കോളി. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇബിലീസിനെ പുറത്താക്കാനല്ല ഇപ്പൊ 15. ഇബിലീസിനെ ഒന്ന് പേടിപ്പിച്ച് വിടാൻ പറ്റുമോ 5 ഉറുപ്പ്യക്ക്? അതിപ്പോ ചോദിച്ചത് ചോദ്യമാണ്. പുറത്താക്കാൻ 15 ഒക്കെ ആവും, നമുക്കൊന്ന് പേടിപ്പിച്ചിട്ടാ. അങ്ങനെയാണ് നിങ്ങളൊരു പൗതി എന്നാലും 15ന്റെ പൗതി. അപ്പൊ അങ്ങനെ ചെയ്യാം. എന്നാ ഡേറ്റ് നെട്ടിച്ചു വിട്ടാ മതി. എന്നാ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചാണ്ട് സ്റ്റേജിന് പണിയിച്ചിട്ട് ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ. എന്നാ ശരി. അല്ലാ, ഓരോരോ ആഗ്രഹങ്ങള്.